കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹലോ എവ്രിവൺ, വെൽക്കം ടു ലേൺവൈസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. MA സൈക്കോളജി പ്രോഗ്രാമിലുള്ള MPC 003 അഥവാ പേഴ്സണാലിറ്റി സൈക്കോളജിയുടെ അൾട്ടിമേറ്റ് അനാലിസിസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നോക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ഇൻഡെപ്ത് അനാലിസിസ് അല്ലെ, നമുക്കറിയാം പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അസസ്മെന്റ് തിയറികളാണ്, കുറെ അധികം തിയറീസ് ആണ് നമ്മൾ അതിൽ പഠിക്കുന്നത്. സോ അതിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു വരുന്നത്, ആ ഒരു എക്സാമിന്റെ പാറ്റേൺ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അതുവഴി നമുക്ക് ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് ഏതൊക്കെയാണ്, കുറച്ചുകൂടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ ഇതിനൊരു ഇൻട്രഡക്ഷൻ ഉണ്ടാകും. ഇതിന് നമുക്ക് ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് നമ്മൾ ഏതൊക്കെയാണ് എക്സാമിന് റെലവെന്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ നോക്കുന്നുണ്ടാകും. അതനുസരിച്ച് നമ്മളൊരു എക്സാം പാറ്റേൺ അനാലിസിസ് ഉണ്ടാകും. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് ബ്ലോക്ക് വൈസ് നമ്മൾ നോക്കുന്നുണ്ടാവും. പിന്നെ അത് അനുസരിച്ച് ഒരു ഹൈ പ്രോബബിലിറ്റിയിലുള്ള പ്രഡിക്ഷൻ അനാലിസിസ് ഉണ്ടാവും. അതിന്റെ ബേസിൽ നമ്മളൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് ഒരു ഡാറ്റ ഡ്രിവൺ മെത്തഡോളജിയാണ്. ഹിസ്റ്റോറിക്കൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ അനലൈസ് ചെയ്ത് അതിന്റെ ഒരു പാറ്റേൺസിനെ നോക്കി എന്താണ് ആ ഒരു എക്സാമിന്റെ ട്രെൻഡ് എന്ന് നോക്കിയിട്ട് ടോപ്പിക്സിനെ ചൂസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു മെത്തഡോളജിയാണ്. ഓക്കെ, സോ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ ഭാഗങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കണം, അതുവഴി നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. പ്രത്യേകിച്ച് നമ്മളുടെ ഇത് ഒരുപാട് കൺസെപ്റ്റുകൾ, ഒരുപാട് ഡിഫറെന്റ് അപ്രോച്ചസുകൾ നമ്മൾ ഈ MPC 003 പഠിക്കുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്, ഏതൊക്കെയാണ് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്നത്, ഇതൊക്കെ നമ്മൾ നോക്കുന്നുണ്ടാവും. അപ്പൊ ബ്ലോക്ക് 1 നമ്മൾ നോക്കുന്ന സമയത്ത് ഓരോ യൂണിറ്റുകളിലും എത്ര മാർക്കിനാണ് പാസ്റ്റ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ, കൺസെപ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി, ഡെഫിനിഷൻ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അതായത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റിയിൽ നിന്ന് 8 മാർക്കിനൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഹൈ ഇമ്പോർട്ടൻസ് ലെവൽ ഹൈ ആണ്. സോ ഡെഫിനിഷൻ ആൻഡ് കൺസെപ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി. രണ്ടാമതാണെങ്കിൽ സ്റ്റേറ്റ് ട്രേറ്റ് അപ്രോച്ച്, അതായത് ആൽപോർട്ട്, കാറ്റലിന്റെ തിയറി, ഐസെങ്കിന്റെ തിയറി, ഗിൽഫോർഡിന്റെ തിയറി, 5 ഫാക്ടർ മോഡൽ, ഇതൊക്കെ 12 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ ഇമ്പോർട്ടന്റ് ലെവലാണ്. പേഴ്സണാലിറ്റി അസസ്മെന്റുകൾ ചോദിച്ചിരിക്കുന്ന 10 മാർക്കിനാണ്. മീഡിയം ഇമ്പോർട്ടന്റ് ലെവലാണ് ഇത് വന്നിരിക്കുന്നത്. ഇന്റർവ്യൂ മെത്തേഡ്, പ്രൊജക്റ്റീവ് ടെക്നിക്സ്, ബിഹേവിയറൽ അസസ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരിക. കീ ഇഷ്യൂസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, നമ്മൾ 4ാമത്തെ യൂണിറ്റിൽ വരുന്ന കുറേ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളതാണ് അതിൽ മൊത്തം പഠിക്കുന്നത്. നേച്ചർ വേഴ്സസ് നഴ്ചർ ഡിബൈറ്റ്, ക്രോസ് കൾച്ചറൽ ഇഷ്യൂസ്, നോമാഗ്നറ്റിക് ഏരിയോഗ്രാഫിക് അപ്രോച്ച്, ഇതൊക്കെ മീഡിയം ഇമ്പോർട്ടന്റ് ലെവലാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലോക്ക് 2 വരികയാണെങ്കിലോ, സൈക്കോഡൈനാമിക് തിയറീസ്, ഫ്രോയിഡിൻ്റെതാണെങ്കിലും ഹോണോയിഡാണെങ്കിലും സലൈവൻ്റെതാണെങ്കിലും 9 മാർക്കിനാണ് പാസ്റ്റ് എക്സാംസിന് വന്നിരിക്കുന്നത്. അതും ഹൈ ഇമ്പോർട്ടന്റ് ലെവൽ തന്നെയാണ്. ഓക്കെ, പിന്നെ യൂണിറ്റ് 2ലും സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി, ബണ്ടൂരയുടെ തിയറി, അത് 8 മാർക്കിനൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ബണ്ടൂരയുടെ തിയറി വയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ പ്രിൻസിപ്പിൾസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം അല്ലെ. ലേണിംഗ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ആണെങ്കിലും പാവ്ലോവിന്റെ, സ്കിന്നറിന്റെ 7 മാർക്കിനാണ് അത് ചോദിച്ചിട്ടുള്ള ഫ്രീക്വൻസി എന്നുള്ളത് മീഡിയം ഇമ്പോർട്ടന്റ് ലെവലാണ് പറഞ്ഞിരിക്കുന്നത്. ലേണിംഗ് തിയറി. പിന്നെ ഹ്യൂമനിസ്റ്റിക് തിയറി ഹൈ ഇമ്പോർട്ടന്റ് ലെവലാണ്, 12 മാർക്കിന്. ഹ്യൂമനിസ്റ്റിക് തിയറി എന്ന് പറയുമ്പോൾ സെൽഫ് തിയറി എന്നും പറയും അല്ലെ. 2 തിയറിയാണ് നമ്മളതിൽ പഠിക്കുന്നത്, മാസ്ലോന്റെ തിയറിയും റോജേഴ്സിന്റെ തിയറിയും. ഓക്കെ, ബ്ലോക്ക് 3 വരുന്ന സമയത്ത് എന്തൊക്കെയാണ്, ആൽപോർട്ട്സ് ഡിസ്പെർസേഷണൽ തിയറി. നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് ട്രേറ്റിൽ വരുന്ന ആൽപോർട്ടിന്റെ തിയറി നമ്മൾ ഇവിടെ പിന്നെയും റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് 10 മാർക്കിന്റെ
എന്താണ് വന്നിട്ടുണ്ട്. അപ്പൊ ഹൈ ഫ്രീക്വൻസി ലെവലാണ് വരുന്നത്, ഹൈ ഇമ്പോർട്ടൻറ്റ് ലെവലാണ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ ട്രേറ്റ്സ് എന്തൊക്കെയാണ്, ഫങ്ഷണൽ ഓട്ടോണോമി, മെച്യൂർ പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് മെച്യൂർ പേഴ്സണാലിറ്റിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 10 മാർക്കിന് വരുന്ന സമയത്ത് നമ്മൾ അതൊക്കെ എഴുതേണ്ടി വരും. ഓക്കെ. ദെൻ യൂണിറ്റ് 2ലാണെങ്കിൽ കാറ്റലിസ്റ്റ് ട്രേറ്റ് തിയറി. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രേറ്റ് തിയറീസിൽ ഏതൊക്കെയാണ് ഉള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വന്നിട്ടുണ്ട് ബ്ലോക്ക് 3ൽ വരുന്ന സമയത്ത്. കാറ്റൽ തിയറി ആകുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ വേഴ്സസ് എൻവയൺമെന്റൽ ഡൈനാമിക് ട്രേറ്റ്സ്, ട്രേറ്റുകൾ കാര്യങ്ങളൊക്കെ പറയാം. അത് 9 മാർക്കാണ് അവിടെ ഫ്രീക്വൻസി വരുന്നത്. മീഡിയം ഇമ്പോർട്ടൻറ്റ് ലെവലാണ് വരുന്നത്. ഐസൻ ട്രേറ്റ് ടൈപ്പ് തിയറിയിൽ ന്യൂറോ ഫിസിയോളജിക്കൽ ബേസിസും ഡയമെൻഷൻസ് ഓഫ് പേഴ്സണാലിറ്റി മീഡിയം ഇമ്പോർട്ടൻസ് ലെവലാണ് വരുന്നത്. പിന്നെ ബിഗ് 5 ഫാക്ടർ മോഡൽ, ബിഗ് 5 മോഡൽ എന്നും 5 ഫാക്ടർ മോഡൽ എന്നും പറയും. അത് ഡെഫിനിഷൻ, അതിന്റെ മെഷർമെന്റ്, കൾച്ചറൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണ്, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. ഹൈ ഇമ്പോർട്ടൻസ് ലെവലാണ് വരുന്നത്. ബ്ലോക്ക് 4ൽ വരുമ്പോഴോ ഇൻട്രൊഡക്ഷൻ ടു അസസ്മെന്റുകളാണ് അതിൽ മെയിൻ ആയിട്ട് വരുന്നത്. അസസ്മെന്റ്, ബിഹേവിയറൽ അസസ്മെന്റ് ഉണ്ട്, ടെസ്റ്റിംഗ് ആൻഡ് മെഷർമെന്റ്, റിലയബിലിറ്റി, വാലിഡിറ്റി, ഇതൊക്കെ മീഡിയം ഇമ്പോർട്ടൻസ് ലെവലിലാണ് വരുന്നത്. റിലയബിലിറ്റി, വാലിഡിറ്റി ചോദിച്ച് കാണുന്നുണ്ട്. അപ്രോച്ചസ് ടു പേഴ്സണാലിറ്റി അസസ്മെന്റ്, സെൽഫ് റിപ്പോർട്ട്, ഇൻവെന്ററി, പ്രൊജക്റ്റീവ് ടെക്നിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹൈ ഇമ്പോർട്ടൻസ് ലെവലാണ്. ബിഹേവിയറൽ അസസ്മെന്റിലാണെങ്കിൽ ഫങ്ഷണൽ അസസ്മെന്റ്, കേസ് സ്റ്റഡി മെത്തേഡ്, ഇതൊക്കെ മീഡിയം ഇമ്പോർട്ടൻസ് ലെവലാണ് അവർ പറയുന്നത്. ദെൻ അതർ മെഷേഴ്സ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റിൽ യൂണിറ്റ് 4ൽ കൊടുത്തിട്ടുണ്ട്. TAT, തീമാറ്റിക് പെർസെപ്ഷൻ ടെസ്റ്റ്, റോഷാർക്കിംഗ് ഫ്ലോ ടെസ്റ്റ്, MMPI, ഇതൊക്കെ ഹൈ ഇമ്പോർട്ടൻസ് ലെവലിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. സോ അതിൻ്റെ ഒരു പിക്ചർ വിഷ്വലൈസിങ്, എന്താ ഒരു ബാർ ഡയഗ്രത്തിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബ്ലോക്ക് 1ഉം 2ഉം 3ഉം ഒരേ ലെവലിൽ കൊടുക്കുന്നുണ്ട്. അതിന്റെ കുറച്ചുകൂടി കുറവിലാണ് ബ്ലോക്ക് 4 ഉള്ളത്. സോ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ, ആ ഒരു എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻ ഫോമാറ്റ്സ് ആണ് ഉള്ളത്. എന്നാൽ നമുക്കതൊന്ന് നോക്കാം. ഓക്കെ. എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ABC എന്നുള്ള രീതിയിലാണ് വരുന്നത്. എല്ലാ എസ്എ ടൈപ്പ് തന്നെയാണ്. 450 വേർഡ്സ്, പിന്നെ 250 വേർഡ്സ്, 100 വേർഡ്സ്, അങ്ങനെയാണ് വരുന്നത് അല്ലെ. സെക്ഷൻ എയിൽ വരുന്ന ക്വസ്റ്റ്യൻസിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സ്പ്ലെയിൻ സൈക്കോ ഡൈനാമിക് തിയറി ഓഫ് പേഴ്സണാലിറ്റി വിത്ത് റെഫറൻസ് ടു ഫ്രോയിഡ് ആൻഡ് ഹോണോയ്. ഫ്രോയിഡിന്റെയും ഹോണോയുടെയും കാരൻ ഹോണോയുടെയും രീതി ബേസിസിലാണ് നമ്മളോട് സൈക്കോ ഡൈനാമിക് തിയറി ചോദിച്ചിരിക്കുന്നത് 450 വേർഡ്സിൽ. ഓക്കെ. ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി, മെത്തേഡ്സ് ഓഫ് അസസ്മെന്റുമാണ്. ദെൻ ഷോർട്ട് നോട്ട്സ് അഥവാ സെക്ഷൻ സിയിൽ 100 വേർഡ്സിനാണ് ചെറിയ പാരഗ്രാഫ്, ചെറിയ ക്വസ്റ്റ്യൻ, ഷോർട്ട് നോട്ടാണ് അത് വരുന്നത്. അതിൽ ഡിഫൻസ് മെക്കാനിസംസ്, അങ്ങനെ ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ് ചോദിക്കേണ്ടാവുക. ഡിഫൻസ് മെക്കാനിസംസ്, ടെർമിനോളജീസ്, ബ്രീഫ് തിയറട്ടിക്കൽ മോഡൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കേണ്ടാവുക. മിഡ് ലെങ്ത് എന്ന് പറയുമ്പോൾ സെക്ഷൻ ബി ആണ്. അത് 250 വേർഡ്സിനാണ് ചോദിക്കുന്നത്. ഓക്കെ. അപ്പൊ അതില് ഫോർ എക്സാമ്പിൾ ഡിസ്ക്രൈബ് ദ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആൽപോർട്സ് പ്രോപ്രിയം. ആൽപോർട്സ് പ്രോപ്രിയത്തിന്റെ ആ ഒരു സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഉണ്ട്. അതുപോലെ ഡെവലപ്മെന്റൽ എപ്പോക്സ് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ ബിയിൽ ചോദിക്കുന്നത് 250 വേർഡ്സിൽ. ട്രേറ്റ് തിയറി, ലേണിംഗ് തിയറീസ്, ഇതൊക്കെ. ക്രിട്ടിക്കൽ ഇവാലുവേഷൻ എന്നുള്ള രീതിക്ക് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരു എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ. അതായത് നമ്മളുടെ ഒരു ഇവാലുവേഷൻസ്, ആ ഒരു തിയറിന്റെ അടുത്തുള്ള ആ ഒരു തിയറി അല്ലെങ്കിൽ അപ്രോച്ചിന്റെ അടുത്തുള്ള ഒരു ഇവാലുവേഷൻ ആണ് അവർ ചോദിക്കുന്നത്. സോ അത് എക്സാമ്പിൾ വരെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് കാൾ റോജേഴ്സ് സെൽഫ് തിയറി ഓഫ് പേഴ്സണാലിറ്റി. അപ്പം നമ്മൾ അതിൽ ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാരഗ്രാഫും കൂടി എഴുതി കൊടുക്കുക. നമ്മളുടെ ഒരു ഇവാലുവേഷൻ ഉണ്ടായിരിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അത് ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്, എന്നാലും നമ്മളുടേതായ രീതിക്കുള്ള ഒരു ഇവാലുവേഷൻ അവിടെ കൊടുക്കണം. ദെൻ കേസ് സ്റ്റഡി, ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അധികം ചോദിച്ചു കാണുന്നില്ല, എന്നാലും ഉണ്ടാവുന്നുണ്ട്. പ്രാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഡിസ്കസ് ദി ആപ്ലിക്കേഷൻ ഓഫ് ബിഹേവിയറൽ അസസ്മെന്റ് ഇൻ റിയൽ വേൾഡ് സെറ്റിംഗ്സിൽ. ഒരു കേസ് എടുത്തിട്ട് ആ കേസിൽ നമ്മൾ എങ്ങനെ ബിഹേവിയറൽ അസസ്മെന്റ് കൊടുക്കും എന്നുള്ള രീതിക്കൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. റെയർ ആണ്, എന്നാലും ചോദിക്കുന്നുണ്ടെന്ന് പറയാം. ഓക്കെ. സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു അവരൊരു കേസ് പോലെ തരുന്നുണ്ടാകും, എന്നിട്ടായിരിക്കും ബിഹേവിയറൽ അസസ്മെന്റ് ചോദിക്കുന്നുണ്ടാവുക. ദെൻ ബ്ലോക്ക് 2ൽ കവർ ചെയ്യുന്ന ഒരു പോർഷൻസ് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് 1, 2, 3, 4 4ഉണ്ട്. ബ്ലോക്ക് 1ൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഡെഫിനിഷൻ ആൻഡ് കൺസെപ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഹൈ ഫോക്കസ് കൊടുക്കുന്നത് 5 ഫാക്ടർ മോഡലും ഐസെങ്ക് ഹെറാർക്കിയും ആണെന്ന് പറയുന്നുണ്ട്. ബ്ലോക്ക് 2ലാണെങ്കിൽ ഹൈ എംഫസിസ് കൊടുക്കേണ്ടത് സൈക്കോഡൈനാമിക് തിയറീസിനും അതിൽ ഫ്രോയിഡിന്റെയും ഹൊണോയുടെയും ആണ് വരുന്ന സോഷ്യൽ കോഗ്നിറ്റീവ് തിയറിയും ബണ്ടൂരെഴുത്. ബ്ലോക്ക് 3ൽ വരുമ്പോഴോ ആൽപോർട്സിന്റെയും കേറ്റലിന്റെയും ട്രേറ്റ് തിയറി,
ആണ് അവിടെ എപ്പോഴും ചോദിച്ച് കാണുന്നത്. ബ്ലോക്ക് 4 പേഴ്സണാലിറ്റി ഇൻവെന്ററീസ്, MMPI പോലെയുള്ള പ്രൊജക്റ്റീവ് ടെക്നിക്സ് പോലെയുള്ള. ഓക്കെ, പിന്നെ TAT, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, റോഷാർക്ക് ഒക്കെ അധികവും എപ്പോഴും കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എന്താ, റീസെന്റ് എക്സാംസിൽ കാണുന്നത് ട്രേറ്റ് ആൻഡ് 5 ഫാക്ടർ മോഡൽസ്, മാസ്ലോന്റെ ഹയറാർക്കി ഓഫ് നീഡ്സ്, പ്രൊജക്റ്റീവ് ടെക്നിക്സ്, ഇതൊക്കെയാണ് കാണുന്നത്. പിന്നെ തിയറീസിലാണെങ്കിൽ പാവ്ലോവ് ലേണിംഗ് തിയറി, ഫ്രോയിഡ് സൈക്കോ അനലിറ്റിക് തിയറി, ഇതൊക്കെ ഫ്രീക്വന്റ്ലി ചോദിക്കുന്നുണ്ട്. ദെൻ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്ന സമയത്ത് നോക്കി, എസ് എ ടൈപ്പ് 450 വേർഡ്സിനാണെങ്കിൽ 40% വെയിറ്റേജ് വരുന്നത് ഫ്രോയിഡിന്റെ തിയറി ഓഫ് സൈക്കോ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ്. ദെൻ അനാലിറ്റിക്കൽ 250 വേർഡ്സിനാണെങ്കിൽ ഐസെങ്സ് ഹൈറാർക്കിക്കൽ ടാക്സോണമി ഓഫ് പേഴ്സണാലിറ്റി, ഐസെങ്ങിന്റെ ട്രേറ്റ് ടൈപ്പ് തിയറി. 100 വേർഡ്സിന് വരുമ്പോൾ നോമത്തറ്റിക് ഇഡിയോഗ്രാഫിക് അപ്രോച്ച് ഏതൊക്കെയാണെന്നുള്ളത് ഷോർട്ട്, എന്താണ് നോമത്തറ്റിക്, എന്താണ് ഇഡിയോഗ്രാഫിക് എന്നുള്ള രീതിയിൽ എഴുതുക. ബ്ലോക്ക് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരികയാണ്. ബ്ലോക്ക് 1 25% വരുന്നത് ഏതാ, ഡിഫൈൻഡ് പേഴ്സണാലിറ്റി, ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. നമുക്ക് കുറെ 3 ഫാക്ടേഴ്സ്, ബയോളജിക്കൽ ഉണ്ട്, ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ ഉണ്ട്, സോഷ്യൽ ഉണ്ട്. അപ്പോൾ ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആണ് അവിടെ 25% ചോദിച്ചിരിക്കുന്നത്. ബ്ലോക്ക് 2 25% ചോദിക്കുന്നത് ക്രിട്ടിക് കാൾ റോജർ സെൽഫ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ആണ്. ബ്ലോക്ക് 3 30% വെയിറ്റേജ് ഉള്ളത് മാർക്ക് കോൺട്രിബ്യൂഷൻ വരുന്നത് ആൽപോർട്ട്സ് കൺസെപ്റ്റ് ഓഫ് ഫങ്ഷണൽ ഓട്ടോണോമിയാണ്. ആൽപോർട്ട് കൺസെപ്റ്റ് ഓഫ് ഫങ്ഷണൽ ഓട്ടോണോമി പറയുമ്പോൾ ആൽപോർട്ടിന്റെ തിയറിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് വേണം ഫങ്ഷണൽ ഓട്ടോണോമിയെ പറ്റി പറയാം. പിന്നെ 20% മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ബ്ലോക്ക് 4 ഡിസ്ക്രൈബ് ദ റോഷാർക്ക്-കിൻഫ്ലോട്ട് ടെസ്റ്റ് ആസ് എ പ്രൊജക്റ്റീവ് ടെക്നിക്. പ്രൊജക്റ്റീവ് ടെക്നിക് ആയിട്ട് പറയുന്ന സമയത്ത് എന്താണ് പ്രൊജക്റ്റീവ് ടെക്നിക് എന്ന് പറഞ്ഞിട്ട് വേണം റോഷാർക്ക്-കിൻഫ്ലോട്ട് ടെസ്റ്റിന്റെ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടാവാം. ഓക്കെ, അതിന്റെ ഒരു പൈ ചാർട്ടിന്റെ ഒരു ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഷോർട്ട് നോട്ട്സിന്റെ വരുന്നതും അനാലിറ്റിക്കൽ മിഡ് ലെങ്തി ക്വസ്റ്റ്യൻ വരുന്നതും എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നതും. അത് ബാർ ഡയഗ്രാമിൽ നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 1 ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വൈസ് വരുന്നത് ബ്ലോക്ക് 3 ഓക്കെ, ദെൻ പിന്നെ ബ്ലോക്ക് 1, 2, ഏറ്റവും ലാസ്റ്റ് ബ്ലോക്ക് 4, അങ്ങനെയാണ് വരുന്നത്. ദെൻ പാറ്റേൺസ് ആൻഡ് ഷിഫ്റ്റ്, ഇൻക്രീസ്ഡ് നമ്മൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ട്രേറ്റ് തിയറി, കാറ്റല്, ആൽപോർട്ട്, ഐസെങ്ക് എന്നുള്ള രീതിയിലുള്ള ട്രേറ്റ് തിയറീസ്. ദെൻ ബിഹേവിയറൽ അസസ്മെന്റ്, പേഴ്സണാലിറ്റി ഇൻവെന്ററീസിൽ വരുന്ന ബിഹേവിയറൽ അസസ്മെന്റ്, അതിന്റെ തിയറീസ് വരുന്നുണ്ട്. പിന്നെ ഡിക്രീസ്ഡ് അറ്റൻഷൻ എന്ന് പറയേണ്ട, എന്നാൽ നമുക്ക് അറിയണം അതിന്റെ കൺസെപ്റ്റ് ഒക്കെ നമ്മൾ അറിഞ്ഞു വെക്കുക. ഡിക്രീസ്ഡ് അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്, പ്രിൻസിപ്പിൾസ് ഫ്രം പാവ്ലോവ്, പിന്നെ ഫൗണ്ടേഷണൽ, അതൊക്കെ റീസെന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ അധികം ചോദിച്ചു കണ്ടിട്ടില്ല. സ്റ്റിൽ അത് ചോദിക്കാറുണ്ട്. അപ്പൊ അത് പഠിക്കേണ്ടെന്നല്ല, പഠിച്ചു വെക്കണം. പക്ഷെ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കൊടുത്തിരിക്കേണ്ടത് മുകളിൽ പറഞ്ഞ തിയറീസിനാണെന്നേ ഉള്ളൂ. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ദെൻ ബ്ലോക്ക് വൈസ് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റേറ്റീവ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, യൂണിറ്റ് 1 ഡിസ്കസ് ബയോളജിക്കൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഓക്കെ, അത് ഫ്രീക്വൻസി 4 എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ യൂണിറ്റ് 2 യൂണിറ്റ് 1 തന്നെ എക്സ്പ്ലെയിൻ എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പേഴ്സണാലിറ്റി. രണ്ടും വേറെ വേറെ ആയിട്ടാണ് ചോദിക്കുന്നത്. സോഷ്യൽ എന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞത് എൻവയൺമെന്റൽ എന്നാണ്. എക്സ്പ്ലെയിൻ എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പേഴ്സണാലിറ്റി. യൂണിറ്റ് 2 കമ്പയർ ട്രേറ്റ് തിയറീസ് വിത്ത് ടൈപ്പ് തിയറീസ് യൂസിങ് എക്സാമ്പിൾസ്. ട്രേറ്റ് തിയറിയും ടൈപ്പ് തിയറി എക്സാമ്പിൾസും ചോദിക്കേണ്ടത്. ടെക്സ്റ്റ് ബുക്കിൽ ഓരോന്നിനും എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ പഠിച്ചാൽ മതി. അത് തന്നെ പഠിച്ചാൽ മതി. എക്സ്ട്രാ എക്സാമ്പിൾസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അത് തന്നെ പഠിച്ചാൽ മതി. യൂണിറ്റ് 3 ഡിസ്ക്രൈബ് പ്രൊജക്റ്റീവ് ടെക്നിക്സ് വിത്ത് എക്സാമ്പിൾസ് ലൈക്ക് TAT, റോഷാർക്ക്-കിൻഫ്ലോട്ട് ടെസ്റ്റ് ഒക്കെയാണ് ചോദിക്കുന്നത്.
യൂണിറ്റ് 4 കീ ഇഷ്യൂസ് എന്നുള്ളിടത്ത് എപ്പോഴും വരുന്നത് നേച്ചർ വേഴ്സസ് നേച്ചർ ഡൗട്ട്, ആ ഒരു ഇഷ്യൂ ഡിബേറ്റ് തന്നെയാണ്. ഇത് എപ്പോഴും വരുന്നതാണ്, റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. ദെൻ ബ്ലോക്ക് 2 സൈക്കോഡൈനാമിക് തിയറി ആണ് ആദ്യത്തെ യൂണിറ്റ്. അതിൽ മെയിൻ ആയിട്ട് ഫ്രോയിഡിന്റെ സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്, ആനൽ സ്റ്റേജ്, ഓറൽ സ്റ്റേജ്, അതുണ്ടല്ലോ, ഓറൽ സ്റ്റേജ്, ആനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലാറ്റൻസി, ജെനിറ്റൽ, അത്. ദെൻ കാരൻ ഹോണോയ്സ് കൺസെപ്റ്റ് ഓഫ് ബേസിക് ആങ്സൈറ്റി, ന്യൂറോട്ടിക് നീഡ്സ്, എത്ര നീഡ്സ് ഉണ്ട് അതൊക്കെ. ദെൻ യൂണിറ്റ് 2 സോഷ്യൽ കോഗ്നിറ്റീവ് തിയറിയിലെ ബണ്ടൂരയുടെ സോഷ്യൽ ലേണിംഗ് തിയറി എക്സാമ്പിൾസ് കൂടി ചോദിക്കുന്നുണ്ട്. യൂണിറ്റ് 3 ലേണിംഗ് തിയറിയിൽ പാവ്ലോവിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഉണ്ടല്ലോ, അക്വിസിഷൻ, സ്പോണ്ടേനിയസ് റിക്കവറി, അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് ചോദിക്കുന്നത്. പിന്നെ ഹ്യൂമനിസ്റ്റിക് തിയറിയിലാണെങ്കിൽ മാസ്ലോന്റെ ഹയറാർക്കി ഓഫ് നീഡ്സും സെൽഫ് ആക്ച്വലൈസേഷൻ ഒക്കെയാണ് ചോദിച്ചു വരുന്നത്. പിന്നെ ബ്ലോക്ക് 3 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ആൽപോർട്ട് ഡിസ്പെർസിഷണൽ തിയറി ഒന്നാമത്തെ യൂണിറ്റിൽ ഫങ്ഷണൽ ഓട്ടോണോമിയും അതിന്റെ റോളും ഒക്കെ ഇറ്റ്സ് പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, ഫങ്ഷണൽ ഓട്ടോണോമി ചോദിച്ചിട്ട് കാണുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ ആൽപോർട്ടിന്റെ തിയറിയിൽ തന്നെ ഡിസ്ക്രൈബ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെച്യൂർ പേഴ്സണാലിറ്റി അക്കോർഡിംഗ് ടു ആൽപോർട്ട്. മെച്യൂർ പേഴ്സണാലിറ്റിന്റെ ഒരു കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ, അതും ചോദിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ കാറ്റൽ തിയറി, ഈ രണ്ടാമത്തെ തിയറിയിൽ എക്സ്പ്ലെയിൻ കാറ്റൽസ് ഫോർമുല ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് ഇറ്റ്സ് കാറ്റഗറീസ് ഓഫ് ട്രേറ്റ്സും ചോദിക്കുന്നുണ്ട്. മൂന്നാമത്തേതാണെങ്കിൽ ഐസിങ്സ് തിയറി യൂണിറ്റ്, അതിൽ ഐസിങ്സ് ഹൈറാർക്കിക്കൽ ടാക്സോണമി ആൻഡ് ഡയമെൻഷൻസ് ഓഫ് പേഴ്സണാലിറ്റി ചോദിക്കുന്നുണ്ട്. പിന്നെ ബിഗ് 5 ഫാക്ടർ ആണെങ്കിൽ, ബിഗ് 5 മോഡൽ ആണെങ്കിൽ അതിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ബിഗ് 5 ഫാക്ടേഴ്സ് ഇൻ മോഡേൺ പേഴ്സണാലിറ്റി റിസർച്ച് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ബ്ലോക്ക് 4 ഇൻട്രൊഡക്ഷൻ ടു അസസ്മെന്റ് ആണ് ഒന്നാമത്തെ യൂണിറ്റ്. അതിൽ പർപ്പസ് ആൻഡ് റിലയബിലിറ്റി ഓഫ് പേഴ്സണാലിറ്റി അസസ്മെന്റ് ആണ് ചോദിക്കുന്നത് കൂടുതലായിട്ട്. യൂണിറ്റ് 2 സെൽഫ് റിപ്പോർട്ട് ആൻഡ് പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആണ്. അതിൽ കമ്പയർ സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററീസ് വിത്ത് പ്രൊജക്റ്റീവ് ടെക്നിക്സ്, രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ. മൂന്നാമത്തെ വരുന്ന ബിഹേവിയറൽ അസസ്മെന്റ് ആണ്. അതിൽ ഡിസ്ക്രൈബ് ബിഹേവിയറൽ അസസ്മെന്റ് ടെക്നിക്സ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻസ് എന്ന് ചോദിക്കുന്നത്. ആപ്ലിക്കേഷൻസ്, ബിഹേവിയറൽ അസസ്മെന്റ് എപ്പോഴും ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കുന്നുണ്ട്, റയർ ആണ്, എന്നാലും ബിഹേവിയറൽ ആണ് ഈ രീതിയിൽ ആപ്ലിക്കേഷനിൽ ചോദിക്കുന്നുണ്ടാവാം. അതർ മെഷേഴ്സ് എന്ന് പറഞ്ഞ നാലാമത്തെ യൂണിറ്റിൽ MMPI, പിന്നെ അതിന്റെ സിഗ്നിഫിക്കൻസ്, ഒരു ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ. അപ്പൊ സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് സിഗ്നിഫിക്കൻസ് പോലെ തന്നെ ലിമിറ്റേഷൻസും ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതും കൂടി കൊടുക്കാം. പിന്നെ ഹൈ ഫ്രീക്വൻസി ഏരിയാസിൽ റെക്കമെൻഡേഷൻസ് എന്നുള്ള രീതിയിൽ വന്നത് ഹൈ ഈൽഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 2 ആണ്. ബ്ലോക്ക് 2 ഫ്രോയിഡിന്റെ സൈക്കോഡൈനാമിക് തിയറി, മാസ്ലോ ഹെയറാർക്കി, ബണ്ടൂര സോഷ്യൽ ലേണിംഗ് തിയറി, ഇതൊക്കെ നമ്മൾ ക്ലാസിക് ഒരു സൈക്കോളജി സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. സോ അത് ബ്ലോക്ക് 2 ഉള്ളതുകൊണ്ടാണ് അത് ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ട്രേറ്റ് തിയറീസ്, പ്രൊജക്റ്റീവ് ടെക്നിക്സ്, നേച്ചർ വേഴ്സസ് നേച്ചർ ഡിബേറ്റ്, അത് എപ്പോഴും വരുന്നതാണ്, എപ്പോഴും വരുന്നതാണ്. ഈ നേച്ചർ വേഴ്സസ് നേച്ചർ അതൊക്കെ എന്താ പറയുക, ഒരു ക്ലാസിക് അല്ലെങ്കിൽ അതൊരു കോർ തിങ് ആണ് നമ്മുടെ സൈക്കോളജിയിൽ വരുന്ന സമയത്ത്. ഓക്കെ, ദെൻ എംഫസിസ് അപ്ലിക്കേഷൻ ബേസ്ഡ് ടോപ്പിക്സ് ഏതൊക്കെ? അപ്ലിക്കേഷൻ ബേസ്ഡ് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾസ് ആൻഡ് ക്രിട്ടിക്സ് ഫോർ പ്രൊജക്റ്റീവ് ടെക്നിക്സ്, ബിഹേവിയറൽ അസസ്മെന്റ്, ട്രേറ്റ് തിയറീസ്. പിന്നെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഒബ്സർവേഷൻ മെത്തേഡിലാണെങ്കിൽ MMPAയിലൊക്കെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. പിന്നെ തിയറട്ടിക്കൽ മോഡൽസിൽ നമ്മൾ കൂടുതൽ നോക്കേണ്ട ഭാഗം നമ്മൾ ഫ്ലോയിഡിന്റെ സൈക്കോ അനാലിറ്റിക് തിയറി, കാറ്റലിന്റെ ട്രേറ്റ് തിയറി, ബിഗ് 5 മോഡൽ ആൻഡ് എന്താ പറയാ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഉള്ളിലുള്ള ഓരോ കൺസെപ്റ്റുകളും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിന്റെ ഒക്കെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 1 ഏറ്റവും കൂടുതലുള്ളത്. അതൊരു എന്താ ഓർഡറിൽ തന്നെയാണ് വരുന്നത് അല്ലെ. ബ്ലോക്ക് 2, പിന്നെ ബ്ലോക്ക് 3, പിന്നെ ബ്ലോക്ക് 4 എന്നുള്ള രീതിയിലാണ് വരുന്നത്. പ്രഡിക്ഷൻ അനാലിസിസ്, നമ്മളിപ്പോ ഇത്രയും നേരം നോക്കിയതനുസരിച്ച് നമ്മളൊരു പ്രഡിക്ഷൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഏതൊക്കെ ബ്ലോക്കിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നുണ്ടാവുക എന്നുള്ളതാണ്. ആ ഒരു പ്രോബബിലിറ്റി റേറ്റിംഗ് ആണ് ഹൈ, മീഡിയം എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ബ്ലോക്ക് 1 എന്തൊക്കെയാണ് യൂണിറ്റ്? 4 യൂണിറ്റ് ഉണ്ട്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ബയോളജിക്കൽ, സൈക്കോളജിക്കൽ, എൻവയൺമെന്റൽ ഫാക്ടേഴ്സ്, ഹൈ ഫ്രീക്വൻസി ആണ് അല്ലെ. അത് സെക്ഷൻ എയിലാണ് വരുന്നുണ്ടാവുക. കുറേ അധികം എഴുതാണ്ട്, അതുകൊണ്ട് തന്നെ സെക്ഷൻ എയിലാണ് അത് വരുന്നുണ്ടാവുക. പിന്നെ യൂണിറ്റ് 2 ആ 5 ഫാക്ടർ മോഡൽ, അതും ഹൈ പ്രോബിലിറ്റിയിൽ, അത് സെക്ഷൻ B ഓർ സിയിലാണ് വരുന്നത്. ഓക്കെ,
അങ്ങനെയാണ് വന്ന് കണ്ടിട്ടുള്ളത്. യൂണിറ്റ് 3യിലാണ് അസസ്മെന്റ് ടെക്നിക്സ് ആണ്. അതിൽ മെയിൻ ആയിട്ട് പ്രൊജക്ട് ടെക്നിക്സ് ആണ്. TAT, തീമാറ്റിക് പെർസെപ്ഷൻ ടെസ്റ്റും റോഷാർക്കും. അത് ഹൈ പ്രോബബിലിറ്റി റേറ്റിംഗ് ആണ്. അതിൽ A സെക്ഷനിലും B സെക്ഷനിലും വരുന്നുണ്ട്. യൂണിറ്റ് 4 നേച്ചർ വേഴ്സസ് നേച്ചർ എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിബേറ്റ് ഓൺ പേഴ്സണാലിറ്റി എന്നുള്ള രീതിയിലാണ് വരുന്നത്. മീഡിയം പ്രോബബിലിറ്റി ആണ്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് അത്. ദെൻ ബ്ലോക്ക് 2 എന്ന് പറയുന്നത്, ബ്ലോക്ക് 2ല് ഒന്നാമത്തെ യൂണിറ്റിൽ സൈക്കോ ഡൈനാമിക് തിയറി, ഫ്രോയിഡിന്റെ സ്റ്റേജസ്, ഡെവലപ്മെന്റൽ സ്റ്റേജസ്, ഹോണോയുടെ ബേസിക് ആങ്സൈറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. കോർ തിയറട്ടിക്കൽ കൺസെപ്റ്റ് ആണ് അല്ലെ. എസ് എ എന്നുള്ള രീതിയിലും പിന്നെ മിഡ് ലെങ്ത് ക്വസ്റ്റ്യൻസ് സെക്ഷൻ ബിയിലും ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 2ല് സോഷ്യൽ ലേണിംഗ് തിയറി, അതായത് ബണ്ടൂരാസ് ഒബ്സർവേഷണൽ തിയറി, അത് ഹൈ പ്രോബബിലിറ്റി ആണ് പറഞ്ഞിരിക്കുന്ന റേറ്റിംഗിൽ. അത് അപ്ലിക്കേഷൻ ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസ് ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഒബ്സർവേഷൻ ലേണിംഗിന്റെ ഒക്കെ. ഹ്യൂമനിസ്റ്റിക് തിയറിയിലാണെങ്കിലോ മാസ്ലോന്റെ ഹയറാർക്കി തിയറി, റോജേഴ്സ് സെൽഫ് തിയറി, അതും ഹൈ പ്രോബബിലിറ്റി തന്നെയാണ് വരുന്നത്. ഓക്കെ, അത് ക്രിട്ടിക് ഇവാലുവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. അതിന് കുറേ അധികം ലിമിറ്റേഷൻസും സിഗ്നിഫിക്കൻസും ഒക്കെ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും അതൊന്ന് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് എന്നുള്ള രീതിയിലാണ് വരുന്നുണ്ടാവുക. അപ്പൊ ആ ക്വസ്റ്റ്യന്റെ മുന്നിലുള്ള ഭാഗം ശ്രദ്ധിക്കണം. ദെൻ ബ്ലോക്ക് 3യിലാണെങ്കിലോ ആൽപോർട്ട്സ് ഡിസ്പെർസേഷണൽ തിയറി അല്ലെ. അതില് ഹൈ പ്രോബബിലിറ്റി വരുന്നതാണ് ഫങ്ഷണൽ ഓട്ടോണോമി, മെച്ചോർ പേഴ്സണാലിറ്റിയും. അത് മിഡ് ലെങ്ത് അനാലിറ്റിക്കൽ സെക്ഷൻ ബിയിൽ വരുന്നുണ്ട് അധികം. ദെൻ യൂണിറ്റ് 2 വരുമ്പോൾ കാറ്റേഴ്സ് ട്രേറ്റ് തിയറിയാണ്. അതിൽ ട്രേറ്റ് ക്ലാസിഫിക്കേഷൻസ്, എന്തൊക്കെ ട്രേറ്റുകളാണുള്ളത് അല്ലെ, അത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ ഫോക്കസ് കൊടുക്കേണ്ട ഭാഗങ്ങളാണ്. പിന്നെ യെസ്, ബിഗ് 5 മോഡൽസ് ചോദിക്കുന്നുണ്ട്. അതിൽ ആപ്ലിക്കേഷൻ ആൻഡ് മെഷർമെന്റ് എന്നുള്ള ഭാഗങ്ങൾ ഹൈ പ്രോബബിലിറ്റി ആണ്. ബ്ലോക്ക് 4ൽ വരുമ്പം പർപ്പസ് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെന്റിൽ മെയിൻ ആയിട്ട് ചോദിക്കേണ്ട റിലയബിലിറ്റി, വാലിഡിറ്റി, മീഡിയം പ്രോബബിലിറ്റി റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സെക്ഷൻ ബിയിലാണ് അധികം അത് ചോദിച്ചിരിക്കുന്നത്. സെൽഫ് റിപ്പോർട്ട് വേഴ്സസ് പ്രൊജക്റ്റീവ് ടെക്നിക്സിൽ കമ്പയർ ചെയ്തിട്ടാണ് സെൽഫ് റിപ്പോർട്ട് പ്രൊജക്റ്റീവ് ടെക്നിക്സിനെയും കമ്പയർ ചെയ്തിട്ട് ചോദിക്കും. അത് ഹൈ പ്രോബബിലിറ്റി ആണ്. അതിൽ മെത്തഡോളജിക്കൽ ഡിഫറൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഉദ്ദേശം. പ്രയോറിറ്റി ലിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ബേസിസിൽ വരുമ്പോൾ പേഴ്സണാലിറ്റിയുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും ബയോളജിക്കൽ ഫാക്ടേഴ്സും ഫോർ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, പിന്നെ 5 ഫാക്ടർ മോഡല്, ഫ്രോയിഡിന്റെ സൈക്കോ ഡൈനാമിക് തിയറി, പ്രൊജക്റ്റീവ് ടെക്നിക്സ്, TAT, റോഷാർക്കും തന്നെയാണ് അതിൽ വരുന്നത്. ദെൻ മാസ്ലോന്റെയും റോജറിന്റെയും ഹ്യൂമനിസ്റ്റിക് തിയറീസ്, ബണ്ടൂരയുടെ ഒബ്സർവേഷണൽ ലേണിംഗ്. പിന്നെ സ്ട്രാറ്റജിക് അഡ്വൈസ്, ഇതിൽ കീ പ്രിൻസിപ്പിൾസ് ഇതൊക്കെ അറിഞ്ഞു വെക്കുക കേട്ടോ. അതായത് ഇതിന്റെയൊക്കെ പ്രിൻസിപ്പിൾസ് എന്താണ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ആപ്ലിക്കേഷൻ ലെവലിൽ വരുമ്പോൾ ഒബ്സർവേഷൻ ലേണിംഗ് ഒക്കെ ആയിരിക്കും ചോദിക്കേണ്ടാവുക. ഇങ്ങനെ രീതിയിൽ എഴുതുക. മീഡിയം പ്രോബബിലിറ്റി ടോപ്പിക്സ് എന്ന് പറയുന്നത് നേച്ചർ വേഴ്സസ് നേച്ചർ ഡിബൈറ്റ്, കാറ്റലിന്റെ തിയറി, ട്രേറ്റ് തിയറി, റിലയബിലിറ്റി, വാലിഡിറ്റി, ലാസ്റ്റ് ബ്ലോക്ക് 4ൽ വരുന്ന. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, തിയറട്ടിക്കൽ ക്ലാരിറ്റി കൊടുക്കുക, കീ ടേംസ് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. ഈ ഇപ്പൊ വരുന്ന ഒരു ട്രെൻഡ് നോക്കിയിട്ട് നമ്മൾ എഴുതുക. നേച്ചർ വേഴ്സസ് നേച്ചർ ഒക്കെ സെക്ഷൻ ബിയിലൊക്കെ ചോദിക്കുന്ന സമയത്ത് നല്ല വൃത്തിയിൽ കമ്പയർ ചെയ്തിട്ട് എഴുതുക. ലോ പ്രോബബിലിറ്റി ടോപ്പിക്സ് വരുമ്പോൾ എൻവയറമെന്റൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പേഴ്സണാലിറ്റി അധികം ചോദിച്ചു കാണാറില്ല. ബിഹേവിയറൽ അസസ്മെന്റ് ടെക്നിക്സും ഓക്കെ, അത് അത്ര അധികം വന്നിട്ടില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചു വെക്കുക എന്തെങ്കിലും. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റണം. പിന്നെ ഇതിന്റെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് ബ്ലോക്ക് 1ല്, ബ്ലോക്ക് 2, ബ്ലോക്ക് 3 ഒരു ചെറിയ രീതിക്ക്, അതുപോലെ ബ്ലോക്ക് 4ഉം ടോപ്പിക്കിന്റെ ഒരു കൗണ്ടും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മീഡിയം പ്രോബബിലിറ്റി, ഹൈ പ്രോബബിലിറ്റി. അപ്പൊ ഹൈ പ്രോബബിലിറ്റി വരുന്നത് ബ്ലോക്ക് 1ഉം 2ഉം ആണ്. മീഡിയം പ്രോബബിലിറ്റി വരുന്നത് ബ്ലോക്ക് 4 ആണ് കൂടുതൽ വരുന്നത്. ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കുറേ ടോപ്പിക്കുകളെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ പറഞ്ഞ റിപ്പീറ്റ് ആയിട്ട് വന്ന റിക്കറിംഗ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. നമ്മൾ സാധാരണ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തന്നെയാണ്. അതിൽ 2 hours ആണ്, 50 marks ആണ്. സെക്ഷൻസ് കമ്പൽസറി ആണ് എല്ലാം, പക്ഷെ എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി അല്ല. എന്താ മാർക്ക് അതിനനുസരിച്ച് കൊടുത്തിട്ടുണ്ട്, വേർഡ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ പറയുന്നുണ്ട്. സെക്ഷൻ എയിൽ ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാ? Role of biological, psychological and environmental factors in development of personality. Then critically evaluate Bandura social learning theory and its application in understanding personality. Discuss the humanistic theories of Maslow and Rogers, emphasizing their relevance in modern personality studies. നമ്മൾ ഇതിൽ ഏതെങ്കിലും 2 മാത്രമേ എഴുതേണ്ട ആവശ്യമുള്ളൂ.
ഓക്കെ, ഏറ്റവും ലാസ്റ്റ് ചോദിച്ചിരിക്കുന്ന പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആണ്. അതിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ചോദിച്ചിട്ടുണ്ട്. റോഷാർ കിംഗ്ലോ ടെസ്റ്റും TAT ഒക്കെ അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ട്. ഇതിലേതെങ്കിലും രണ്ടെണ്ണേ നമ്മൾ എഴുതേണ്ടിയുള്ളൂ. സെക്ഷൻ ബി എന്ന് പറയുമ്പോൾ അനാലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ്, അത് 250 വേർഡ്സ് ആണ് അല്ലെ, 6 മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. അതിൽ ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാ? ട്രേറ്റ് തിയറിയും ടാറ്റിലിന്റെ ട്രേറ്റ്സ് തിയറിയും പേഴ്സണാലിറ്റി ട്രേറ്റ്സിന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന മെത്തേഡും. Then explain neurophysiological basis of traits with reference to Eysenck's dimension of personality. ഐസെങ്കിന്റെ യൂണിറ്റ് പഠിക്കുമ്പോഴാണ് നമ്മൾ അത് പഠിക്കുന്നത് ന്യൂറോഫിസിയോളജിക്കൽ ബേസിസ്. ഓരോന്നിന്റെയും ഫിസിയോളജിക്കൽ ബേസിസ് നമ്മൾ പഠിക്കുന്നുണ്ട്. 6 മാർക്കിനാണ് വന്നിട്ടുള്ളത്. Then കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ നോമോതെറ്റിക് ആൻഡ് ഇഡിയോഗ്രാഫിക് അപ്രോച്ച്. കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് നല്ല രീതിക്ക് കമ്പയർ ചെയ്ത് കൊടുക്കണം. നോമോതെറ്റിക് എന്താണ്, ഇഡിയോഗ്രാഫിക് എന്താണ്, ഏതൊക്കെ തിയറീസ് ആണ് നോമോതെറ്റിക്കിൽ വന്നിരിക്കുന്നത്, ഇഡിയോഗ്രാഫിൽ ഏതൊക്കെ തിയറീസ് ആണ് വന്നിരിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക. പിന്നെ 8ാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേജസ് ഓഫ് പ്രോപ്രിയം ഡെവലപ്മെന്റ് ആസ് പ്രപ്പോസ്ഡ് ബൈ ഗൂഡ് ആൻഡ് ആൽപോർട്ട്. പ്രോപ്രിയം ഡെവലപ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. റിലയബിലിറ്റി വാലിഡിറ്റി കൺസെപ്റ്റ് ചോദിച്ചിട്ടുണ്ട്. സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് യൂസിങ് എക്സാമ്പിൾസ് വെച്ചിട്ട് പറയാൻ പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, അത് തന്നെ പഠിച്ചാൽ മതി. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ റോൾ ഓഫ് ബിഹേവിയറൽ അസസ്മെന്റ് ഇൻ ടെക്നിക്സ് ഇൻ പേഴ്സണാലിറ്റി ഇവാലുവേഷൻ. സെക്ഷൻ സി എന്ന് പറയുന്നത് ഏതൊക്കെയാ? 4 മാർക്കാണ്, 100 വേർഡ്സ് ആണ് അതിന്റെ ലിമിറ്റ് വരുന്നത്. അപ്പൊ അതിൽ ഡിഫൻസ് മെക്കാനിസം ചോദിച്ചിട്ടുണ്ട്, സൈക്കോഅനാലിറ്റിക് തിയറിയിലെ ബിഗ് 5 ഫാക്ടർ മോഡൽ ചോദിച്ചിട്ടുണ്ട്, ആൻഡ് ഇറ്റ്സ് കൾച്ചറൽ ആപ്ലിക്കബിലിറ്റി കൂടി അത് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒബ്സർവേഷണൽ ലേണിംഗ് ആസ് എ കമ്പോണന്റ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻട്രോവേർട്സ് ആൻഡ് എക്സ്ട്രോവേർട്സ് ആസ് പെർ യുങ് തിയറി. ഓക്കെ, കാൾ യുങ്ങിന്റെ തിയറിയിൽ കൊടുത്തിരിക്കുന്ന ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അത് തന്നെയാണ് അവർ ചോദിക്കുന്നത്. സോ ഇതിന്റെയൊക്കെ ആൻസർ കീ നമ്മുടെ ആപ്പിൽ നിങ്ങളുടെ PYQ ഡോക്യുമെന്റ്സിൽ ഉണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, ആൻസർ കീ നോക്കുക, എന്നിട്ട് പഠിക്കുക. നല്ല ഈ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഇതിപ്പോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ വരണമെന്നില്ല, പക്ഷെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. ഇതൊരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ ഇത് എന്തായാലും കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തും. നമ്മൾ ഇത്ര നേരം പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ബാക്കിയുള്ള പോർഷൻസ് ആണെങ്കിലും കൺസെപ്റ്റ് എന്തായാലും മനസ്സിലാക്കി വെക്കാൻ നമുക്ക് സമയക്കുറവുണ്ടെങ്കിൽ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ഭാഗങ്ങളും പഠിച്ചു വെക്കണം. ഇത് ഈ ഒരു പൊസിഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഏകദേശം എല്ലായിടത്തുനിന്നും ഈക്വലി എല്ലാ ബ്ലോക്കിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.